ഈ ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ നീർക്കെട്ട് അഥവാ ഈ പ്ലൂറൽ എഫ്യൂഷൻ ഏത് പ്രായക്കാർക്കും വരാം. കുട്ടികൾ തൊട്ട് മുതിർന്നവരിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ടുണ്ടായി അതിനനുസരിച്ചിരിക്കും. പ്രധാനമായിട്ട് ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ വെള്ളം കെട്ട് അമിതമായതായതുകൊണ്ട് ഈ ലങ്സിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ലങ്സിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് പ്രധാനമായിട്ട് ശ്വാസം മുട്ടലായിട്ട് തന്നെയാണ് ഇവർ നമ്മുടെ അടുത്ത് എത്തുന്നത്. കിതപ്പായിരിക്കും കൂടുതലായിട്ട്. ആദ്യം ചെറിയ രീതിയിൽ വെള്ളം കെട്ടാണെങ്കിൽ ചെറിയ രീതിയിലായിരിക്കും, അത് പിന്നെ കൂടി കൂടി വന്ന് നമുക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത രീതിയിൽ ശ്വാസം മുട്ടായിട്ടായിരിക്കും വരുന്നത്. രണ്ടാമത്തെ കാരണം ഈ ഒരു രണ്ട് പാളികളുടെ ഇടയിൽ വെള്ളം കെട്ടുന്നതുകൊണ്ട് അത് കുറച്ച് വലിയുമ്പോഴത്തേക്ക് ഒരു നെഞ്ച് വേദനയായിട്ട് പലർക്കും അനുഭവപ്പെടാം. പിന്നെ ന്യൂമോണിയ കാരണമാണ് ഈ വെള്ളം കെട്ടുണ്ടായെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ചുമ, കഫക്കെട്ട്, പനി, ശ്വാസമുട്ടൽ അതൊക്കെ ആയിരിക്കും. TB കാരണമാണെങ്കിൽ വിട്ടുമാറാത്ത പനി, അമിതമായ ക്ഷീണം, തൂക്കം കുറയുന്നു. ക്യാൻസർ ആണെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണമായിരിക്കും, വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ് ഒക്കെ വരും. പിന്നെ മറ്റുള്ള കാരണങ്ങൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമോ കിഡ്നിയുടെ അസുഖമോ ലിവറിൻ്റെ അസുഖമാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാലിന് നീര്, മുഖത്ത് നീര് അതൊക്കെ ആയിരിക്കും. പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ അടുത്തൊരു രോഗി വരുന്നത് മിക്കവാറും ശ്വാസം മുട്ടലായിട്ടായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ ഏത് പ്രായക്കാർക്കും ശ്വാസകോശത്തിൽ നീർക്കെട്ട് വരാമെന്ന്. മാത്രമല്ല ഇത് ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ന്യൂമോണിയ ആണെങ്കിൽ ആ ന്യൂമോണിയ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് വെള്ളം കെട്ടിലോട്ട്, അത് ഞാൻ പറയുന്ന പോലെ പാരാന്യൂമോണിക് എഫ്യൂഷനിലോട്ട് മാറും. അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടൊരു പസ്സിലോട്ട് പോകും. പഴുപ്പായിട്ട് കെട്ടും. പഴുപ്പായിട്ട് കെട്ടിയാൽ പിന്നെ അത് കൂടുതലായിട്ട് വന്നിട്ട് അത് പിന്നെ നേരെ അങ്ങ് ചിലപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ഒരു രോഗി ഇതുപോലെ ശ്വാസമുട്ടലായിട്ട് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു എക്സ്റേ എടുത്താൽ മതി. എക്സ്റേ എടുത്താൽ നമുക്കതിൽ ഫ്ലൂയിഡ് ഒരു മിനിമം ഒരു 200 ml ഉണ്ടെങ്കിൽ നമുക്കതൊരു വൈറ്റ് ഷേഡോ പോലെ നമുക്കത് കാണാൻ പറ്റും. ഒരു ഡോക്ടറിന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ എക്സ്റേ എടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പലതരമുണ്ട്. ഇപ്പം നമുക്ക് ബാക്ടീരിയൽ ന്യൂമോണിയ കാരണമാണെങ്കിൽ കൗണ്ടൊക്കെ കൂടുതലായിരിക്കും. ഇപ്പം ലിവറിൻ്റെ ഫെയിലിയർ ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്താൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കിഡ്നിയുടെ ഫെയിലിയർ കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം എഫ്യൂഷൻ ഉണ്ട്, നീർക്കെട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യും. അൾട്രാസൗണ്ടിൽ നമുക്ക് കുറച്ച് വെള്ളം കെട്ടും, ഒരു 50 ml വരെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അതിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് എവിടെയാണ് വെള്ളം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ചെറുതായിട്ടൊരു മരവിപ്പിച്ചിട്ട് ഒരു നീഡിൽ വെച്ച് നമ്മൾ സിറിഞ്ച് വെച്ച് നമുക്ക് ആ വെള്ളം കുത്തിയെടുത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതുമൂലം തന്നെ നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റും മറ്റുള്ള ടെസ്റ്റുകളും ഈ ഒരു അനാലിസിസ് പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത് കാരണം ഒരു 60 തൊട്ട് 70% നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ മറ്റുള്ള ഇപ്പം ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിൽ അതിൻ്റേതായ ടെസ്റ്റും കൂടെ ആ കൂട്ടത്തിൽ ചെയ്യും. ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യും, കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അൾട്രാസൗണ്ടും വെച്ച് നമുക്ക് ഒരു 70% ആൾക്കാരിൽ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിക്കാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു റിസൾട്ട് ഈ ഇത്രയും പരിശോധന ചെയ്തതിൽ എന്തുകൊണ്ടാണ് ഉണ്ടായേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്ലൂറൽ ബയോപ്സി ചെയ്യാം. ഇപ്പോൾ എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും ലഭ്യമാണ്. ഗവൺമെൻറ് സെക്ടറിലും തൊറാക്കോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമുക്കൊരു ട്യൂബ് പോലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഈ രണ്ട് പാളികളുടെ ഇടയിൽ ആ പ്ലൂറൽ സ്പേസിൽ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഏരിയ ആദ്യം നമ്മൾ ആ ഫ്ലൂയിഡ് മൊത്തം എടുത്തതിന് ശേഷം ആ ഏരിയ നമുക്ക് നോക്കാൻ പറ്റും. എവിടെയെങ്കിലും നമ്മൾ അബ്നോർമാലിറ്റിയോ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലം എന്ന് കണ്ടാൽ അവിടെ നിന്ന് നമ്മൾ ബയോപ്സി എടുത്തിട്ട് അത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പം മറ്റുള്ള ഇപ്പോൾ ഇത്രയും ടെസ്റ്റ് ചെയ്തതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പക്ഷേ ഈ പ്ലൂറൽ ബയോപ്സി വെച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടായേ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ.